ബുള്ളറ്റിനെ ദൈവമായി ആരാധിക്കുന്ന ലോകത്തിലെ ഏക ക്ഷേത്രം. രാത്രിയിൽ ആരുമില്ലാതെ തനിയെ സ്റ്റാർട്ടായി ചങ്ങലകൾ തകർത്ത് പുറത്തേക്ക് പാഞ്ഞ ഒരു ബൈക്ക്. ഇത് വെറും കഥയല്ല, മരണശേഷവും ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഇന്നും കാവൽ നിൽക്കുന്ന ബുള്ളറ്റ് ബാബയുടെ അത്ഭുത ചരിത്രമാണ്. ആ വിസ്മയ കഥയിലേക്ക് രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിലൂടെ നീണ്ടുപോകുന്ന ജോധ്പൂർ പാലി ഹൈവേ. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരുടെ കാതുകളിൽ ഇന്നും ഒരു ബുള്ളറ്റിന്റെ ശബ്ദം മുഴങ്ങാറുണ്ട്. അത് വെറും ഒരു വാഹനത്തിന്റെ ശബ്ദമല്ല, ആ മണ്ണിൽ ഇന്നും കാവൽ നിൽക്കുന്ന ഒരു പുണ്യാത്മാവിന്റെ സാന്നിധ്യമാണ്. ഇത് ഓം സിംഗ് റാത്തോഡ് എന്ന ഓം ബന്നയുടെ കഥയാണ്. വർഷം 1988. തന്റെ പ്രിയപ്പെട്ട 350cc റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ യാത്ര ചെയ്യുകയായിരുന്നു യുവരക്തമായ ഓം ബന്ന. രാത്രിയുടെ നിശബ്ദതയിൽ വീട്ടിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കെ മരണം ആ പാതയോരത്ത് ഒരു മരത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയും ആ അപകടത്തിൽ ഓം ബന്ന ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അപകടത്തിന് ശേഷം പോലീസ് എത്തി ആ ബുള്ളറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പിറ്റേന്ന് രാവിലെ സ്റ്റേഷൻ മുറ്റം കണ്ട പോലീസുകാർക്ക് അത് വിശ്വസിക്കാനായില്ല. തലേന്ന് കൊണ്ടുവന്ന ബൈക്ക് അവിടെയില്ല. അവർ അന്വേഷിച്ചു ചെന്നപ്പോൾ അപകടം നടന്ന അതേ മരച്ചുവട്ടിൽ ബൈക്ക് സുരക്ഷിതമായി നിൽക്കുന്നു. ആരോ കബളിപ്പിക്കുകയാണെന്ന് കരുതി പോലീസുകാർ വീണ്ടും ബൈക്ക് സ്റ്റേഷനിൽ എത്തിച്ചു. ഇത്തവണ അവർ ബൈക്കിലെ പെട്രോൾ മുഴുവനായും ഊറ്റിക്കളഞ്ഞു. ടയറിലെ കാറ്റഴിച്ചു വിട്ടു. വമ്പൻ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബൈക്ക് സ്റ്റേഷനിൽ പൂട്ടിയിട്ടു. പക്ഷേ അന്ന് രാത്രി സ്റ്റേഷനിലെ ചങ്ങലകൾ തകരുന്ന ശബ്ദം കേട്ട് പോലീസുകാർ ഞെട്ടി ഉണർന്നു. പെട്രോൾ ഇല്ലാത്ത ആ ബൈക്ക് തനിയെ സ്റ്റാർട്ടായി. ആരുടെയും സഹായമില്ലാതെ ഇരുട്ടിനെ കീറി മുറിച്ച് വീണ്ടും ആ അപകട സ്ഥലത്തേക്ക് തന്നെ പാഞ്ഞുപോയി. ഈ അത്ഭുതം കണ്ട ഗ്രാമവാസികൾ ഒരു സത്യം തിരിച്ചറിഞ്ഞു. ഓം ബന്ന നമ്മെ വിട്ടുപോയിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട വാഹനത്തിലൂടെ അദ്ദേഹം ഇന്നും പാതയോരത്ത് കാവൽ നിൽക്കുന്നു. അങ്ങനെ ആ അപകടം നടന്ന മരച്ചുവട്ടിൽ ഓം സിംഗ് റാത്തോഡിനായി ബുള്ളറ്റ് ബാബ എന്ന ഒരു പുണ്യക്ഷേത്രം ഉയർന്നു. തുടർന്ന് ഭക്തർ അവിടെ മദ്യങ്ങൾ പ്രസാദമായി അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് ആ വഴിയിലൂടെ പോകുന്ന ഡ്രൈവർമാർ വിശ്വസിക്കുന്നത് രാത്രിയുടെ നിശബ്ദതയിൽ തങ്ങൾ തളരുമ്പോൾ കാവലായി ബുള്ളറ്റ് ബാബ കൂടെ ഉണ്ടെന്നാണ്. യാത്രക്കിടയിൽ ഉറക്കം തൂങ്ങുന്നവരെ തട്ടി ഉണർത്താനും അപകടത്തിന്റെ നിഴൽ കാണുമ്പോൾ ബുള്ളറ്റിന്റെ ഹോൺ മുഴക്കി മുന്നറിയിപ്പ് നൽകാനും അദൃശ്യനായ ആ കാവൽക്കാരൻ എത്തുമെന്ന് ഇന്നും പലരും സാക്ഷ്യപ്പെടുത്തുന്നു. ബുള്ളറ്റ് ബാബയുടെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരുടെ മനസ്സിൽ ഭയമില്ല. കാരണം തങ്ങളെ ഓരോ ചുവടിലും സംരക്ഷിക്കാൻ തന്റെ പ്രിയപ്പെട്ട ബുള്ളറ്റിൽ ആ പുണ്യാത്മാവ് കൂടെ ഉണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്നും ഹൈവേയിലെ ഓരോ മണൽത്തരിക്കും പറയാനുള്ളത് മരണത്തെ തോൽപ്പിച്ച ബുള്ളറ്റ് ബാബയുടെ കരുണ കഥയാണ്. മനുഷ്യനും അവന്റെ പ്രിയപ്പെട്ടവയും തമ്മിലുള്ള ബന്ധം മരണത്തിനപ്പുറവും നിലനിൽക്കുമെന്ന വലിയ സത്യമാണ് ഈ കഥ നമുക്ക് കാട്ടിത്തരുന്നത്. ഭൗതികമായി അദ്ദേഹം വിട്ടുപോയെങ്കിലും തന്റെ പ്രിയപ്പെട്ട വാഹനത്തിലൂടെ ഇന്നും യാത്രക്കാരെ കാക്കുന്ന ഒരു കാവൽക്കാരനായി അദ്ദേഹം ജീവിക്കുന്നു. നന്മ ആഗ്രഹിക്കുന്നവർക്ക് ഈശ്വരൻ ഏതെങ്കിലും രൂപത്തിൽ തുണയായി എത്തുമെന്ന വിശ്വാസമാണ് ഇതിലൂടെ ദൃഢമാകുന്നത്. ചുരുക്കത്തിൽ ഉറച്ച വിശ്വാസമുള്ളിടത്ത് ഇന്നും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും നമ്മെ കാക്കാൻ ബുള്ളറ്റ് ബാബയെ പോലെ ഒരു അദൃശ്യ ശക്തി എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബുള്ളറ്റ് ബാബയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.